ICF പ്രവാസത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനായ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവാസി ഘടകം 924 യൂണിറ്റുകളിലായി 1,00,000-ലധികം ആക്റ്റീവ് അംഗങ്ങൾ. 6 ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പുറമെ UK, മലേഷ്യ എന്നീ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളിലും മരുഭൂഗ്രാമാന്തരങ്ങളിലും വരെ സംഘടനയ്ക്ക് സാന്നിധ്യമുണ്ട്. ICF സമൂഹത്തിലെ ഗോൾഡ് കോളർ സംവിധാനമോ ക്ലബ്ബോ അല്ല. ബ്ലൂ കോളർ, വൈറ്റ് കോളർ ക്ലാസുകളെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണത്. ICF പ്രവാസത്തിന്റെ അഭയം എന്ന പ്രമേയത്തിൽ മനുഷ്യരെ മുഴുവനും അഡ്രസ് ചെയ്യുന്നതാണ് പ്രവർത്തന രീതി. പ്രവാസത്തിൽ ഏറ്റവും വരിക്കാരും വായനക്കാരുമുള്ള മലയാള മാസിക പ്രവാസി വായന പ്രസിദ്ധീകരിക്കുന്നത് ICF ആണ്. 4 രാജ്യങ്ങളിൽ അച്ചടിച്ച് 6 രാഷ്ട്രങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ സിറാജ് ദിനപത്രത്തിന്റെ എഡിഷനുകളുടെ പ്രവർത്തനം നടത്തുന്നതും ICF ആണ്. 2 രാജ്യങ്ങളിൽ UAE-യിലും ഒമാനിലും ഏറ്റവുമധികം സർക്കുലേഷനുള്ള ദിനപത്രമാണ് സിറാജ്. UAE-യിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെയും മീഡിയ പാർട്ണറായി പ്രവർത്തിച്ച സിറാജ് ദിനപത്രം മലയാളികളുടെ ഇഷ്ടപത്രമാണിന്ന്. ചാരിറ്റി എന്നത് ICF-ന്റെ സംസ്കാരമാണ്. കോവിഡ് കാലത്ത് മനുഷ്യരെ ചേർത്ത് നിർത്തി ജീവിതമാർഗം ഇല്ലാതായ പ്രവാസികൾക്ക് പാകം ചെയ്ത 33 ലക്ഷം ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്തു. 112 ടൺ അരി, 110 ടൺ ആട്ട, 30 ടൺ പഞ്ചസാര, മറ്റു ധാന്യ പയറുവർഗ്ഗങ്ങൾ വിതരണം ചെയ്തു. 79 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായങ്ങൾ, ആകെ 23 കോടി രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ. കോവിഡ് കാലത്ത് വിദേശത്തകപ്പെട്ടു പോയ പ്രവാസികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനായി 6 രാജ്യങ്ങളിൽ നിന്ന് 53 ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്തു. അതുവഴി 10,600 പ്രവാസികളെ നാട്ടിലെത്തിച്ചു. പാവപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ ടിക്കറ്റ് ഇനത്തിൽ മാത്രം 1.5 കോടിയിലധികം രൂപ ചിലവഴിച്ചു. കേരളത്തിലെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായി കേരള മുഖ്യമന്ത്രി നോർക്ക് വഴി നടത്തിയ അഭ്യർത്ഥന ICF ഏറ്റെടുത്തു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ 1200 ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റിയുള്ള പ്ലാന്റും മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ 200 ലിറ്റർ പെർ മിനിറ്റ് കപ്പാസിറ്റിയുള്ള പ്ലാന്റും സ്ഥാപിച്ചു. 2 കോടിയോളം രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചു. ഷഹീൻ ചുഴലിക്കാറ്റ് വേളയിൽ ഭക്ഷണവും ധാന്യങ്ങളും കുടിവെള്ളവും ഉൾപ്പെടെ നൽകി. വീടുകളും താമസ സ്ഥലങ്ങളും തെരുവുകളും മസ്ജിദ്, സാംസ്കാരിക കേന്ദ്രങ്ങളും വൃത്തിയാക്കി ഉപയോഗക്ഷമമാക്കി. കേരളത്തിൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വീട് നഷ്ടപ്പെട്ടവർക്ക് കേരള മുസ്ലിം ജമാഅത്തുമായി സഹകരിച്ച് പുത്തുമലയിലും കവളപ്പാറയിലുമായി 27 വീടുകൾ നിർമ്മിച്ചു നൽകി. കൂടാതെ സാധുക്കളായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിൽ നിരവധി വീടുകൾ വേറെയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം RCCയുടെ സമീപത്ത് 300ഓളം ക്യാൻസർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസവും ഭക്ഷണവും നൽകുന്ന സാന്ത്വന കേന്ദ്രം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട്. 10 കോടി ചെലവിലാണ് ആസ്ഥാന കേന്ദ്രം ICF നിർമ്മിച്ചു നൽകിയത്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ നിർമ്മാണാത്മകമായ കർമ്മപദ്ധതികൾ ICF മുന്നോട്ട് വയ്ക്കുന്നു. വേരുകൾ നഷ്ടപ്പെട്ട പ്രവാസത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മൂല്യങ്ങളുടെയും മലയാള സംസ്കാരത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകുന്ന സംവിധാനങ്ങൾ, സ്പെഷ്യൽ സിലബസ് എന്നിവ നടപ്പിലാക്കി വരുന്നു. 99 മദ്രസകൾ, 4 സ്കൂളുകൾ, 6 പ്രീ പ്രൈമറി സ്കൂളുകൾ, 9,012 വിദ്യാർത്ഥികൾ, 483 അധ്യാപകർ. പ്രവാസ ജീവിതം കൊണ്ട് വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായവർക്ക് തുടർ വിദ്യാഭ്യാസ സംവിധാനം. ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവകലാശാലകളുമായി അഫിലിയേഷൻ. വിപുലമായ ഭാഷാ പഠന സംവിധാനം. സോഫ്റ്റ് സ്കിൽ ഫാക്ടറി വഴി നൈപുണ്യ വികസനം. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ICF ഫലപ്രദമായി തന്നെ ഇടപെടുന്നുണ്ട്. 174 ക്ലാസ് റൂമുകളിലായി 6000-ലധികം കുടുംബിനികളും വിദ്യാർത്ഥിനികളുമുള്ള ഹാദിയ കോഴ്സ് പ്രവാസ ലോകത്തെ ഏറ്റവും ജനകീയമായ സ്ത്രീ വിദ്യാഭ്യാസ സംവിധാനമാണ്. പാരന്റിംഗ്, കൗൺസിലിംഗ്, ഫസ്റ്റ് എയ്ഡ്, സൈക്കോ തസവുഫ്, സോഫ്റ്റ് സ്കിൽ, ഹോം മാനേജ്മെന്റ്, ഹാൻഡിക്രാഫ്റ്റ്, കിച്ചൺ ഫാം തുടങ്ങിയ മേഖലകളിലും പരിശീലനം നൽകുന്നു.